ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗീതു എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഗീതു. 27 വയസ്സ് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. കുട്ടികളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ വളരെ പാവപ്പെട്ടൊരു അന്തരീക്ഷത്തിൽ നിന്നായിരുന്നു ഞാൻ വളർന്നു വന്നത്. പക്ഷേ പിന്നീട് ഞാൻ നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെട്ട് വരികയായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ കല്യാണം കഴിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴും വേണ്ട, വിദേശത്ത് എവിടെയെങ്കിലും പോയി നന്നായി സമ്പാദിച്ചിട്ട് കല്യാണം കഴിക്കാമെന്ന്. അപ്പോൾ വീട്ടുകാർക്ക് അത് പറ്റില്ല, എൻ്റെ കല്യാണം ഉടനെ തന്നെ നടത്തണം. ചെക്കൻ സുന്ദരനാണ്, അവൻ ബിസിനസ്സുകാരനാണ്, നല്ല പണം കിട്ടുന്നുണ്ട്, ഇനി അവന് ഉയർച്ച ഉണ്ടാകുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് മാഡം എൻ്റെ കല്യാണം കഴിഞ്ഞത്. അവിടെ അമ്മായിയമ്മ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ മരിച്ചുപോയി. പിന്നെ ഞാനും ഭർത്താവും മാത്രമായി. അദ്ദേഹത്തിന് ആദ്യ സമയത്ത് നല്ല കാശും ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്നു. വീടൊക്കെ സാമാന്യം നല്ല വീട് തന്നെയാണ്, ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ പിന്നീട് പുള്ളിയുടെ കുടി, ആ സ്വഭാവം മൂലം കൂട്ടുകെട്ട് കൊണ്ട് ബിസിനസ് അത് പതിക്കാൻ തുടങ്ങി. കഷ്ടപ്പാടുകളിൽ കൂടിയാണ് ജീവിതം മുന്നോട്ട് പോയത്. ഏകദേശം 1 വർഷം കൊണ്ട് തന്നെ എല്ലാം തകർന്നടിഞ്ഞു. അതിന് അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ വന്ന കാരണമാണെന്ന്, അല്ലാതെ അങ്ങയുടെ കുടിയല്ല. പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സൗന്ദര്യം മോഹിച്ചാണ് ഞാൻ പോയത്. എന്നെ അങ്ങേർ ജോലിക്ക് വിടില്ല. കാര്യം ഞാൻ സുന്ദരിയാണ്. ജോലിക്ക് പോയി കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോകുമെന്നാണ് പുള്ളി പറയുന്നത്. അതുമാത്രമല്ല മാഡം, ഇങ്ങരുടെ സൗന്ദര്യം കണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ സൗന്ദര്യം കൊണ്ട് വലിയ ഗുണമില്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം ഒരു രീതിയിലും മെച്ചപ്പെടുന്നൊരു സ്വഭാവമല്ല. വല്ല ട്രെയിനിങ് കൊണ്ടുവരണമെന്ന് മാഡം ഏതോ വീഡിയോയിൽ പറഞ്ഞത് കേട്ടു. അതേപോലെ അനുഭവമാണ് എനിക്കുണ്ടായത്. 10 വട്ടം ചരക്ക് നീക്കം നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 1 വട്ടം മാത്രമാണ് അത് സാധ്യമാകുക. വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒരനുഭവമായിരുന്നു മാഡം. പലപ്പോഴും ഞാൻ ചോദിക്കും, നിങ്ങൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് എടുക്കുകയാണ്, എന്നെ ജോലിക്ക് വിടില്ല, വലിയ ആണ് ചമഞ്ഞിട്ടും നിങ്ങൾക്കെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ പുള്ളി പറയും സ്ട്രെസ്സ് കൊണ്ടാണെന്ന്. ഞാൻ ചോദിക്കും, ഈ സ്ട്രെസ്സെല്ലാം ഈ തുമ്പിലാണോ വന്നിരിക്കുന്നതെന്ന്. അത് പറഞ്ഞ് ഞങ്ങൾ തമ്മിലിടയ്ക്ക് വഴക്കമുണ്ടാകാറുണ്ട്. എങ്കിലും ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഇത് കഴിയുമ്പോഴേക്കും. ഇതൊക്കെ സഹിച്ച് പെണ്ണുങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? സ്ത്രീകളുടെ ജീവിതം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയല്ലോ എന്ന് ഞാനും ആലോചിക്കുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ സ്നേഹിക്കപ്പെടാൻ എല്ലാ പെണ്ണുങ്ങളും നിർബന്ധിതരാകുകയാണ്. അതുപോലെ തന്നെ ആണുങ്ങളും. പലപ്പോഴും എല്ലാം വമ്പൻ അഡ്ജസ്റ്റ്മെൻറ്റാണ് മാഡം. അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാനും കഴിഞ്ഞിരുന്നത്. ഇതിനിടയ്ക്കാണ് കുട്ടികളായില്ലേ, വിശേഷമായില്ലെന്ന് പറഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും. അവരോടൊക്കെ ഈ കാര്യങ്ങൾ പറയാൻ പറ്റുമോ മാഡം? ഭർത്താവിനും ഭാര്യയ്ക്കും മാത്രം അറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം നാട്ടുകാരോട് പറഞ്ഞ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമോ? എങ്കിലും നമ്മൾ പലപ്പോഴും പഴി കേൾക്കേണ്ടി വരും. ഇങ്ങനെ അവസ്ഥ എത്ര വലിയൊരു പ്രതീക്ഷക്കേടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് മാഡത്തിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 1-2 പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോൾ അത് 100 കൂട്ടം പ്രശ്നങ്ങളായി മാഡം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ കൂടെ പഠിച്ചവളാണേ, അവളുടെ കല്യാണം കഴിഞ്ഞതാണ്, ഒരു കുട്ടിയുമുണ്ട്. പക്ഷേ പണ്ട് തൊട്ടേ അവൾ ഹോം നേഴ്സിങ്ങിന് പോകുന്നുണ്ട്. അത് അവൾ തൊഴിലായി എടുത്തിരിക്കുകയാണ്. കല്യാണത്തിന് മുമ്പേ, കല്യാണം കഴിഞ്ഞ ശേഷവും ഭർത്താവ് അനുവദിക്കുന്നുണ്ട്. നല്ല സാലറി കിട്ടുമല്ലോ. 25,000 മുതൽ 30,000 രൂപ വരെ കിട്ടുന്ന പല ജോലികൾക്കും അവൾ പോകാറുണ്ട്. അതുകൊണ്ട് ഭർത്താവിൻ്റെയും ഭാര്യയുടെ വരുമാനം കൊണ്ട് സൂപ്പറായി പോകുന്നു അവൾ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അവളെ ഞാനൊന്ന് കാണുന്നത്. ഭർത്താവിൻ്റെ കഥകളും ബുദ്ധിമുട്ടും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, നിനക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ? ഒരു നേഴ്സാണത് പറയേണ്ടത്. ഇഷ്ടംപോലെ സാലറി കിട്ടുന്ന എന്തെല്ലാം ജോബ് നിനക്ക് കിട്ടും, ഏതെല്ലാം സ്ഥലങ്ങളിൽ, നീ എന്താ ഈ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് വിടില്ല. ചീ, എന്ത് നാണം കെട്ട വർത്തമാനമാണ് നീ പറഞ്ഞത്. ആ മരപ്പാഴ നിന്നെ വിടില്ലെന്ന്. ഒരു പേട്ടൻ എടി, ആണായാൽ ആണിൻ്റെ സ്വഭാവം വേണം, ആണിൻ്റെ കരുത്ത് വേണം. അങ്ങേര് നല്ല പണവും നമുക്ക് വേണ്ടി ചിലവഴിക്കണം. അങ്ങനെയല്ലാത്തവരൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, എന്നാലും എൻ്റെ ചേട്ടനല്ലേ, ആ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് അവന് താഴോട്ട് പാടിക്കൊണ്ടിരിക്കുക, അവൻ തരും നിനക്ക് കുപ്പിപ്പാല് എന്ന് പറഞ്ഞ് അവളിനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇനിയെങ്കിലും ധൈര്യമായിട്ട് ഡീൽ ചെയ്യേ, അല്ലെങ്കിൽ കഞ്ഞിയും ചമ്മന്തിയും പോലും നിനക്ക് കിട്ടില്ല എന്നവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേറെ മറുപടി ഇല്ലായിരുന്നു. അപ്പോൾ അവൾ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എടി, ഞാനിപ്പോൾ 3 മാസമായിട്ട് ഒരു അപ്പച്ചൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അച്ഛ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പുള്ളിയുടെ മക്കളെല്ലാം വലിയ വലിയ പണക്കാരാണ്. പുള്ളിക്കും സ്വന്തമായി ധാരാളം വരുമാനമുണ്ട്. അത്ര വലിയ എബിലിറ്റി ഒന്നുള്ള ആളല്ല. നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രായത്തിൻ്റെതായ കുറച്ച് അവശതകളുമുണ്ട്. കണ്ടാലൊക്കെ
നല്ല യോഗ്യനാണ്. എന്നാലും പുള്ളിക്ക് അവശതയാണ്. ഇപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലൊരു സ്ത്രീയല്ല ആവശ്യം. അവർക്ക് ഒരു നേഴ്സിനെ തന്നെ വേണം, അതും നല്ല ട്രെയിൻഡായ ക്വാളിഫിക്കേഷനുള്ളൊരു നേഴ്സ്. അങ്ങനെ ഒരാളെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ സ്ഥലങ്ങളിൽ ജോലി ഓൾറെഡി കിട്ടും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നീ ആ ജോലിക്ക് കയറ്, നല്ല സാലറി കിട്ടുമെന്ന് അവൾ പറഞ്ഞു. ഞാൻ ആലോചിച്ചു മാഡം, പോകണം, ഇതിനെങ്കിലും പോയേ പറ്റൂ. എടി, എന്നാലും ഭർത്താവിനെ എങ്ങനെ സമ്മതിപ്പിക്കും? അപ്പോൾ അവൾ പറഞ്ഞു, നീ അദ്ദേഹം വരുമ്പോഴേക്കും കൊഞ്ചിക്കൊഴഞ്ഞ് അങ്ങ് പറ, നമുക്ക് ബുദ്ധിമുട്ടാണ്, ഇതിന് പോയി കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും, നിങ്ങൾക്ക് ഞാൻ പാതി തരാം, എങ്ങനെയെങ്കിലും നിങ്ങൾ ബിസിനസ്സൊക്കെ മെച്ചപ്പെടുത്താൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ അങ്ങയുടെ തലച്ചോറിൽ ഒരു മാറ്റമുണ്ടാക്ക് എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് ഞാൻ അതുപോലെ തന്നെ പെരുമാറി മാഡം. വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്നേഹത്തോട് സ്വീകരിച്ച് ഇങ്ങനെ ഓഫറുണ്ട്, പൈസ കിട്ടും, പണം മാസം മാസം കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞു പോകാം, പൈസ ഒന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അന്ന് ക്രെയിൻ അങ്ങ് പൊങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഉള്ളത് കൊണ്ട് ഓണം പോലെ, നിങ്ങൾ എൻ്റെ രാജകുമാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനും എരി കയറ്റി വിട്ടു. അങ്ങനെ മാഡം അന്ന് വെളുത്തപ്പോൾ പുള്ളി ഒന്ന് ആലോചിച്ചു, കെട്ടിറങ്ങിയപ്പോഴായിരിക്കാം സമ്മതിച്ചു. ഞാൻ തയ്യാറായി പോകാൻ വേണ്ടിയിട്ട്. പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്ത് പരിചയമുണ്ട്, എന്നാലും വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ മറ്റു പല പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു, കേട്ടുകേഴ്വിയുണ്ട്. എങ്കിലും അവളവിടെ നിന്നതാണല്ലോ, നല്ല വീടാണെന്നും പറഞ്ഞതുകൊണ്ട് എനിക്ക് പോകാൻ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. അച്ചായൻ്റെ ഇളയ മകൾ, സുന്ദരിയായൊരു മോളാണ്, അവളും ഭർത്താവുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ദുബായിൽ സെറ്റിൽഡാണ്. അവർ എന്നെ കണ്ട് അടിപിടിയും നോക്കി. എന്നോടവർക്ക് അസൂയുള്ള പോലെ തോന്നി. കാര്യം അവളേക്കാൾ സുന്ദരിയാണ് ഞാനെന്ന് എനിക്ക് തോന്നി. അവൾ സുന്ദരി തന്നെ, ഭർത്താവും അതീവ സുന്ദരൻ. അയാൾ എന്നെ ഒന്ന് ഊറ്റി കൊടുക്കുന്ന പോലെ നോക്കി. അതായിരിക്കാം അവൾക്ക് അസൂയുണ്ടായത്. എന്തായാലും അവൾ എന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. എൻ്റെ നേഴ്സിംഗ് അറിവുകൾ പരീക്ഷിക്കായിരുന്നു ലക്ഷ്യം. പക്ഷേ തിയറിറ്റിക്കലി ഞാൻ അടിപൊളിയായിരുന്നതുകൊണ്ട് അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ എന്നെ ഫിക്സ് ചെയ്തു. സാലറി 25,000 രൂപ. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അത്രയും കിട്ടിയാൽ മതി. അന്ന് തന്നെ ഞാൻ ജോലി ഏറ്റെടുത്തു. എൻ്റെ കൂട്ടുകാരി കുറച്ച് നാളത്തെ ഗ്യാപ്പിന് വേണ്ടി ഇറങ്ങുകയും ചെയ്തു. അവളിനി വേറെ എവിടേക്കെങ്കിലും പൊയ്ക്കോളും. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ പിന്നീട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് ദുബായി പോയി. പിന്നീട് ആ വീട്ടിൽ ഞാനും അപ്പച്ചനും മാത്രമായി. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോൾ അവരുടെ ഒരു ബന്ധുവുണ്ട്, ഒരു ചേച്ചി. ആ ചേച്ചി വന്ന് നിൽക്കും. ആ സമയത്ത് ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് പോകും. അതാണ് എൻ്റെ റുട്ടീൻ. ചില സമയത്ത് ഭർത്താവ് എന്നെ അവിടെ നിന്ന് കാണും. വലിയ പ്രശ്നമൊന്നുമില്ല ഭർത്താവിനും, കാരണം വലിയ വീട്, സെറ്റപ്പ്, കാശ് കിട്ടുന്നുണ്ട്. പിന്നെ ആദ്യമേ തന്നെ അവർ കുറച്ച് കാശ് ഭർത്താവിൻ്റെ കയ്യിൽ വന്നപ്പോൾ ഏൽപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇടയ്ക്ക് നടന്നിരുന്നു. അതുകൊണ്ട് പുള്ളിയും കംഫർട്ടബിളാണ്. പുള്ളിക്കും അടിച്ചു പൊളിച്ച് എവിടെയെങ്കിലും കുടിച്ച് കിടക്കാം. ഞാനിപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണക്കല്ലേ. എന്തായാലും മറ്റ് പെണ്ണുങ്ങളുടെ കൂടെ അങ്ങർക്ക് യാതൊരു സംസർഗവും ഉണ്ടാകില്ല. പോയിട്ട് എന്ത് ഫലം? മനസ്സമാധാനമുണ്ടായിരുന്നു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരിയെ പോലെ ആയിരുന്നില്ല എൻ്റെ രീതി. കാര്യം അവൾ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കി മെഡിസിൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ കറക്റ്റായിട്ട് നോക്കാൻ തുടങ്ങി. പിന്നെ എക്സസൈസും വാക്കിങ്ങും ഒക്കെ. പിന്നെ ഡോക്ടറെ കാണാൻ പോകുമ്പോഴേക്കും പുതിയ പുതിയ നിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ട് ഏകദേശം 1.5 മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ ഞാൻ നടത്തിപ്പിച്ചു മാഡം. അത് കണ്ട് എല്ലാവർക്കും അത്ഭുതമായി. പിന്നെ മകളും വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവർ പറയുകയാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു നേഴ്സ് വേണമെന്ന്. എന്തായാലും ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് പഴയ ആരോഗ്യം 10 മടങ്ങ് ശക്തിയായി തിരിച്ചു വന്നു. അത്യാവശ്യ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ ആവശ്യമില്ലെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, ഇനിയാണ് നിൻ്റെ ആവശ്യം, നിന്നെ ഞാൻ എങ്ങും പറഞ്ഞു വിടില്ല, നീ ഇവിടെ തന്നെ നിന്നോണം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതിൽ പാതി, അതായത് അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുമല്ലോ, അതിൻ്റെ പാതിയും എനിക്ക് തരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ ഏകദേശം 30,000 രൂപ കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇതൂടെ വേണ്ടാന്ന്. അപ്പോൾ അങ്ങേര് എന്നോട് പറയുകയാണ്, നീ എല്ലാം എടുക്കണം, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എൻ്റെ സ്വത്തുക്കൾ പോലും
എനിക്ക് പറ്റിയിരുന്നെങ്കിൽ നിനക്ക് ഞാൻ എഴുതി തന്നേനി. നീ എൻ്റെ കൂടെ ഉള്ളതാണ്, എൻ്റെ ഭാഗ്യം എപ്പോഴും വേണം എന്ന് പറഞ്ഞ് എൻ്റെ ചുമലിൽ കൈയമർത്തി. പിന്നീട് അദ്ദേഹത്തെ ജിമ്മിൽ കൊണ്ടുപോകാൻ മകൾ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജിമ്മിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള എക്സസൈസുകളും മറ്റുമായി കഴിഞ്ഞപ്പോഴില്ലേ മാഡം, ഇത്തിരി പ്രായമുള്ള നല്ല സൂപ്പർ ആണുങ്ങളില്ലേ ഇങ്ങനെ ഫിറ്റായിരിക്കുന്നേ, അതുപോലൊരു മാറ്റമാണ് അദ്ദേഹത്തിനുണ്ടായത്. കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കും, ചില കളവന്മാരെ ഏത് ചെറുപ്പക്കാരികൾക്കും ഇഷ്ടമാകില്ലേ എന്ന് പറഞ്ഞൊരു മാറ്റം അദ്ദേഹത്തിനുണ്ട്. ഷോ, എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് വല്ലാത്ത ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നും. ഇദ്ദേഹം ഒരു യഥാർത്ഥ ആണല്ലേ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? എൻ്റെ കൂട്ടുകാരി അപ്പോൾ വേറൊരു വീട്ടിൽ ജോലിയിലായിരുന്നു. ഒരു ദിവസം അവൾ ഇവിടേക്ക് കയറി വന്നെന്നെ വിളിച്ചിട്ട് അപ്പച്ചൻ്റെ മാറ്റം കണ്ട് അവൾക്ക് അത്ഭുതമായി. യോ, അച്ഛൻ തന്നെയാണോ ഇത്? ഇതാരാ, ദേവസുന്ദരനാണോ എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് അത്ഭുതപ്പെട്ടു. അപ്പോഴേക്കും അച്ചായൻ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇവള് എൻ്റെ മാണിക്യമാണ്, എൻ്റെ സുന്ദരിക്കുട്ടി. ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. നോക്കൂ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊരു കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവളെങ്ങ് കല്യാണം കഴിച്ചേനെ വന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കൂട്ടുകാരിയാണെങ്കിലും വാ പൊളിച്ചു പോയി. ഇങ്ങനെന്താ അങ്ങനെ പറയുന്നതെന്ന് ഞാൻ പെട്ടെന്ന് ചിരിച്ച് വിഷയം മാറ്റി. എങ്കിലും ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാനും അവളും കൂടെ തൊടിയിലൂടെ സംസാരിക്കാൻ ഇറങ്ങി. അപ്പോൾ അവളിനോട് പറഞ്ഞു, എടീ, ഇങ്ങനെയൊന്നും പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ശരിക്കും ഒരച്ഛൻ്റെ വാത്സല്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങയുടെ മുഖത്ത് കാമുകൻ്റെ ഒരു ചൊടിയും ചുണയും വാത്സല്യവുമാണ് കാണുന്നത്. കാമുകന് എവിടെയാണ് ഈ വാത്സല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ആ വാത്സല്യം നീ കണ്ടു കാണില്ല. കാമുകന്മാർക്ക് വാത്സല്യമുണ്ട്, ലാളിക്കാനുള്ള വാത്സല്യം. ഇനി നീ വാത്സല്യം കാണാൻ ശ്രമിക്കണം, അപ്പോൾ നിനക്ക് കാണാൻ പറ്റും. ഇത്രയും ആരോഗ്യവാനാണല്ലോ, ജിമ്മിലും പോകുന്നുണ്ട്, ഇപ്പോൾ ഒരു 6 പാക്കുള്ള ഇത്തിരി പ്രായമുള്ള ഒരാളെ പോലെ ഇരിക്കുകയാണല്ലോ മോളെ. വാത്സല്യം നിനക്ക് കിട്ടുവാണെങ്കിൽ നീ വിട്ട് കളയരുതെന്ന് പറഞ്ഞ് അവൾ ഞാൻ നുള്ളി മാഡം. ഞാൻ പറഞ്ഞപ്പോൾ ചുമ്മാ വെറുതെ എന്താണ് അച്ചായെന്ന് പറഞ്ഞു. അച്ഛാ ചുമ്മാ ഒന്നും പറഞ്ഞതല്ല, പുള്ളി ഫുൾ ഫോമിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ട് അച്ചായൻ കൊടുത്ത പൈസ ഒക്കെ വാങ്ങിച്ചിട്ടാണ് അവൾ പോയത്. പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ചായനോട് ചോദിച്ചു, അല്ല, കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ഞാനങ്ങനെ പറഞ്ഞത് നിനക്ക് ഇഷ്ടക്കേടായെന്ന്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. എന്താ അച്ചായൻ അങ്ങനെ പറഞ്ഞെന്ന്? അപ്പം അച്ചായൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ടാമതൊരു ജീവിതം തന്നത് നീയാണ്. എൻ്റെ ഭാര്യ മരിച്ച് മനോവിഷമത്തിലാണ് ഞാൻ ഇത്രയും പ്രായമായതും ആരോഗ്യം പോയതും. അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവളുടെ മരണം പെട്ടെന്നായിരുന്നല്ലോ. എനിക്കിപ്പോൾ നിന്നോട് ഒത്തിരി ഇഷ്ടം തോന്നുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, അതിര് കടക്കണ്ട, അതിര് കിടന്നാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ സ്വയം നിയന്ത്രിക്കുന്നത്. നീ എനിക്ക് ഒരു ഉപകാരമെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഉപകാരമെന്ന്? അപ്പോൾ അച്ഛനോട് പറയുവാണ്, നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ ഉപയോഗിച്ച ചില ഇന്നർ സംഗതികളില്ലേ, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരണം. എന്തിനാ ഇച്ചായ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇച്ചാൻ പറയുകയാണ്, ഞാനിപ്പോൾ പൂർവാധിക ഭംഗിയായല്ലോ, എനിക്കും ചില ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ തീർക്കാൻ നിൻ്റെ വസ്ത്രങ്ങളെങ്കിലും എനിക്ക് വേണം. ഞാൻ തലയണിക്കടിയിൽ വെച്ചോളാം, പക്ഷേ ഉപയോഗിച്ചത് വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന്. പുള്ളി വാശി പിടിച്ചു, നീ ഇതെങ്കിലും എനിക്ക് കൊണ്ടുതരണം, ഒന്നുകിൽ മുകളിലുള്ളത് അല്ലെങ്കിൽ താഴെയുള്ളത്. നീ തരില്ലേ മോളെ എന്ന് പറഞ്ഞ് പുള്ളി കെഞ്ചി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തരാം, പക്ഷേ ആരോടും പറയരുതെന്ന്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ശരി, ഞാൻ ആരോടും പറയില്ല, നീയും ആരോടും പറയരുത്, ഇത് നമ്മൾ തമ്മിലുള്ള കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴുകുന്നതിന് മുമ്പ് ഒരു ദിവസം അച്ചായന് കൊടുക്കും എല്ലാം. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് കിട്ടും. കിട്ടിക്കഴിയുമ്പോഴേക്കും ഞാനതിൽ പല കടപ്പാടുകളും കാണാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്തായി കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, നേരിട്ടോ എനിക്ക് നീ ഒരു അനുഗ്രഹം ചൊരിയില്ല, അപ്പോൾ പിന്നെ ഇങ്ങനെ പോയിക്കോട്ടെ. പ്രായമാകുമ്പോൾ ചെറുപ്പക്കാരികളെല്ലാം പ്രായമായവരെ അവഗണിക്കും എന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല മാഡം, എനിക്ക് എന്തോ എൻ്റെ മനസ്സങ്ങ് തരളിതമാകാൻ തുടങ്ങി. ചെറുപ്പക്കാരനെ നോക്കി ഞാൻ പോയതാണ്, കല്യാണം കഴിച്ചു, സൗന്ദര്യമുണ്ട്, പക്ഷേ എന്താ ഗുണം? ഒരു ഗുണവുമില്ല. ഇവിടെ ഇപ്പം നോക്കിക്കേ, പ്രായമായി അവശതയാണെന്ന് പറഞ്ഞു കിടന്ന ആൾ ഇപ്പോൾ ദേ സർവാംഗ ശുദ്ധനായി എഴുന്നേറ്റ് വരുന്നു. അതുമാത്രമല്ല, ക്രെയിനൊന്നും ഇവിടെ ആവശ്യമില്ല, ഓൾറെഡി തന്നെ ഉയരങ്ങളിലാണ്.
അദ്ദേഹത്തെ ഒന്ന് എന്നിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തായിരിക്കും? പുതിയൊരു നവയുഗം പിറക്കുമോ? എനിക്കും അറിയാൻ പറ്റുമോ? യഥാർത്ഥത്തിലുള്ള ചില കാര്യങ്ങൾ എനിക്കും ഒന്ന് കടക്കാൻ പറ്റുമോ? എൻ്റെ ഏഴാം കടൽ തുള്ളിത്തുളുമ്പുന്ന ആ ഒരു ഏഴാം കടൽ കടന്നു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കുകയുള്ളൂ. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് വെറും പണം മാത്രം മതിയോ? അല്ലേ അല്ല, എൻ്റെ കിങ്ങിണിയാറ്റിലും വർഷകാലത്തിലെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടാകണം. കരിവീട്ടിയിൽ കടഞ്ഞെടുത്ത കളിയോടം എനിക്കും തുഴഞ്ഞു തുഴഞ്ഞു പോകണം എന്ന് ഓർത്തു. ഒരു ദിവസം തുണികളൊക്കെ അഴയിലേക്കിടുകയായിരുന്നു ഞാൻ. ബക്കറ്റിൽ നിന്ന് കുനിഞ്ഞെടുക്കും, അത് കഴിഞ്ഞ് പിഴിയും, കുനിഞ്ഞു നിന്ന് പിഴിയും, പിന്നെ അയലിടും. അപ്പോൾ അദ്ദേഹം അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുമുണ്ട്. നോട്ടം എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ എന്നെ നോക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കാനുള്ള അവകാശം എനിക്കില്ലേ? അവകാശമുണ്ട്, നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറയാണ്, നോക്കിയാൽ മാത്രം പോരാന്ന്. ഞാൻ ചോദിച്ചു, പിന്നെന്താണെന്ന്. അപ്പോൾ പുള്ളി എന്നോട് മറു ചോദ്യമാണ് ചോദിച്ചത്. സത്യം പറ, നിന്റെ ഭർത്താവിനെ കൂടി നിർത്തിയോ? നിന്റെ ജീവിതം സംതൃപ്തകരമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊന്നും ഞാൻ പറയില്ല. സംതൃപ്തകരമാണോ അല്ലയോ എന്നറിഞ്ഞിട്ട് അച്ചായന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അച്ചായൻ പറയുകയാണ്, ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ. നീ ഒരു വട്ടം എനിക്ക് വേണ്ടി 1 മണിക്കൂർ ഒന്ന് ചെലവഴിച്ചു കഴിഞ്ഞാൽ നീയും നിന്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തേക്കാൾ മനോഹരമാണ് നമ്മൾ തമ്മിലുള്ള ഒരു രാഗമെന്ന് നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങളൊന്നും പറയാതെ എൻ്റെ അടുത്തുനിന്ന് പോകാമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്നോട് ഒരു 10% ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ മുറിയിലേക്ക് പോവുകയാണ്. നീ തുണി വിരിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. പോകണോ വേണ്ടയോ? എൻ്റെ മനസ്സിൽ 75% പോകണമെന്നാണ്, 25% വേണ്ട എന്ന്. വേണ്ടാന്ന് തോന്നിയത് അത് വലിയ കോംപ്ലിക്കേഷനുമാകുമോ എന്നുള്ള ഭയത്തിലാണ്. പക്ഷേ 75%ആണല്ലോ എപ്പോഴും ജയിക്കുക. അതുകൊണ്ട് എൻ്റെ കാൽപാദങ്ങൾ അങ്ങോട്ടേക്ക് ചലിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അദ്ദേഹം പറഞ്ഞു, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ചുംബനങ്ങളുടെ പെരുമഴയായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ ഒത്തിരി ഉയർന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാറ്റിലാടുന്ന അപ്പൂപ്പൻ താടി പോലെ എനിക്ക് ലാളനകൾ ഏറ്റുവാങ്ങാൻ മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി പറഞ്ഞത് മനസ്സിലായത്. വാത്സല്യം, ആ വാത്സല്യം ശരിക്കും എനിക്ക് കിട്ടാൻ തുടങ്ങുകയായിരുന്നു. യഥാർത്ഥത്തിലുള്ള വാത്സല്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം, ആ വാത്സല്യം ഇത്രയൊക്കെ പരിചരിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചെല്ലുമ്പോൾ ദീപസ്തംഭം ശരിക്കും ചരിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ദീപസ്തംഭം മഹാശ്ചര്യം എന്നതുപോലെയാണ് വാത്സല്യം തുള്ളിത്തുളുമ്പുന്നത്. അത് കാണുന്ന ഏതൊരു പെണ്ണും, ഞാൻ മാത്രമല്ല മാഡമാണെങ്കിൽ പോലും ആ നിമിഷത്തിൽ ദീപസ്തംഭത്തിൽ എണ്ണയൊഴിച്ച് തീ കൊളുത്തും. അന്ന് ഞാൻ തീ കൊളുത്തുകയായിരുന്നു. തീ ആളിക്കത്തി പ്രകാശം മുഴുവനും ചുറ്റും പരന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര വെണ്മയുള്ളതാണ് ഈ ലോകം. ഈ ലോകത്തിൻ്റെ സന്തോഷം മുഴുവനും ഈ ഒരു പ്രഭാവലയത്തിലാണ്. ദീപസ്തംഭം കയറിയിറങ്ങി മടുക്കാത്തൊരു സ്ത്രീയായി മാറി. എൻ്റെ പേര് തന്നെ ദീപ എന്നാക്കിയാലോ എന്ന് ഞാൻ ഓർത്തു മാഡം. പക്ഷേ അന്ന് തൊട്ട് എനിക്ക് ഇന്ന് വരെ മനോഹരമായ ജീവിതമാണ്. ഭർത്താവ് എവിടെയോ ഇരിക്കുന്നു. അങ്ങേരി പോനാൽ പോകട്ടും പോടാ, പൈസ അങ്ങർക്ക് കൊടുക്കുന്നുണ്ട്, കുടിച്ചോ, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കഴിയട്ടെ. എനിക്ക് സ്വർഗം കിട്ടി, സ്വർഗത്തിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനൊരവസ്ഥയാണ്. എന്നാൽ ഹസ്ബൻഡിനെ ഞാൻ ഒട്ടും വെറുപ്പിച്ചിട്ടില്ല, നല്ല രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇടയ്ക്കൊക്കെ ഓക്കെയാണ്. അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് തെറ്റിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് നല്ലപോലെ സന്തോഷിച്ചു. വീട്ടുകാർക്ക് സന്തോഷമായി. ഇപ്പോൾ എനിക്ക് 4ാമത്തെ മാസമാണ് മാഡം. ഇപ്പോഴും ഞാൻ അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ്. പ്രശ്നമൊന്നുമില്ല. ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. അദ്ദേഹത്തിനും ഒരു തുണ വേണ്ടേ? ഹസ്ബൻഡിനും അച്ചായനോട് ഇപ്പോൾ വലിയ കാര്യമാണ്. പക്ഷേ ഹസ്ബൻഡിന് കാര്യങ്ങൾ ഒന്നും അറിയില്ല. അച്ഛൻ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ പോലാണ് കൺസിഡർ ചെയ്യുന്നത്. കുട്ടിയെ കാണാൻ വേണ്ടി അദ്ദേഹം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. വീട്ടുകാരോടോ നാട്ടുകാരോടോ ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എൻ്റെ സാമീപ്യം വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തിരി വിഷമമുണ്ട്. ഇടയ്ക്ക് ഞാൻ സഹായിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും എന്നോട് പറയുകയാണ്, നീയാണെങ്കിൽ ഈ ഒരു നനയ്ക്കാത്ത വസ്ത്രങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തരണമെന്നും. ഞാൻ പറയും, വേണ്ട, അതൊക്കെ ദുശീലമാണ്. ആദ്യകാലത്ത്
ഇൻട്രസ്റ്റ് ഉണ്ടായപ്പോൾ അങ്ങനെ പറഞ്ഞതിൽ കുഴപ്പമില്ല. ഇപ്പം ഞാൻ അടുത്തുള്ളപ്പോൾ പോലും എന്തിനാ അതിനൊക്കെ നിർബന്ധം പിടിക്കുന്നതും? മാഡം, ഹസ്ബൻഡ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിയിലൊക്കെ കയറുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ എന്ന് എനിക്ക് ഇപ്പോൾ ഒരു ഭയമുണ്ട്. പണ്ടാകുമ്പോൾ ഹസ്ബൻഡ് വല്ലപ്പോഴേ വരികയുള്ളൂ, പുറത്തൊക്കെ നിൽക്കുകയുള്ളൂ. ഇപ്പം അച്ചായനുമായിട്ട് നല്ല കമ്പനിയാണ്. ഞാൻ അതൊക്കെ പറഞ്ഞിട്ടും അച്ചായൻ കേൾക്കുന്നില്ല. അച്ചായൻ ഇതും ആവശ്യമാണ്. ഇതെന്തെങ്കിലും അസുഖമാണോ മാഡം ഇത്തരം കാര്യങ്ങളോടൊക്കെ താല്പര്യം തോന്നുന്നത്? ഞാൻ അടുത്തുണ്ടായിട്ട് പോലും അതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അച്ചായൻ്റെ ഈ ക്യാരക്ടർ എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ അല്ലെങ്കിൽ രോഗമാണോ എന്നുള്ള സംശയമുണ്ട്. നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോഴേക്ക് ദൈവമേ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഭർത്താവിൽ നിന്ന് എങ്ങനെ വിളിക്കും, എനിക്കിത് ഭയങ്കര കുറ്റബോധമാണ്, ടെൻഷനാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയായിരിക്കും നമ്മൾ ആലോചിക്കുക. ഇവിടെ ഇപ്പം അച്ചായൻ്റെ ക്യാരക്ടർ കുഴപ്പമാണെന്നാണ്. ഇപ്പോൾ പ്രായമുള്ള അങ്ങേർക്ക് ഇപ്പോൾ ആ ഒരു ക്യാരക്ടർ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം സാധിക്കാണ്? ഇപ്പോൾ പുള്ളിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനോ അങ്ങനെയൊക്കെ മാറ്റാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി എന്ന് പറയുമ്പോഴേക്കും പല മനുഷ്യർക്കും പലതിനോടും അഭിനിവേശം കാണും. ആവശ്യമില്ലാത്ത അഭിനിവേശങ്ങൾ ചില സമയത്തൊക്കെ ദോഷം ചെയ്യാറുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു വസ്തുവിനോടോ അല്ലെങ്കിൽ ഒരാളോടോ ഏതെങ്കിലും ഒരു ഭാഗത്തോടോ എന്തെങ്കിലും കാര്യത്തോട് നമുക്ക് ഒത്തിരി ആവേശം തോന്നൽ കുറ്റം പറയാൻ പറ്റും. എല്ലാ മനുഷ്യർക്കും അങ്ങനെ കാണും. ചിലപ്പോൾ അത് രുചിയോടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോടായിരിക്കും, വസ്തുക്കളോടായിരിക്കാം. അങ്ങനെ എന്തിനോട് വേണമെങ്കിലും ഭയങ്കരമായ ഒരു അഭിനിവേശം തോന്നാം. പക്ഷേ ഓവറായിട്ട് ഒട്ടും കൺട്രോളല്ല, അത് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പോവുക, അല്ലെങ്കിൽ ഇതൊക്കെ മോഷ്ടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചാലും അത് നിർത്തില്ല എന്നുള്ള രീതിയിൽ വരുമ്പോഴേക്കും അതൊരു മാനസിക രോഗമാണ്. അതിന് ചികിത്സയും ആവശ്യമാണ്. കാരണം അതൊരു പബ്ലിക് ന്യൂസൻസ് ആയിത്തീരും. അല്ലാതെ ഇപ്പോൾ നമ്മളുടെ സ്വകാര്യമായ സമയങ്ങളിൽ പല പല ഇഷ്ടങ്ങളും വ്യത്യസ്തകളും ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കുക. അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ രോഗമായിട്ട് കണ്ട് ചികിത്സിക്കത്തക്ക ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അൺകൺട്രോൾഡായിട്ട് പോവുകയാണ്, അതൊരു ശല്യമാണ്, ഒട്ടും നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ശല്യമാകുന്ന സമയത്ത് മാത്രമേ അതിനെ നമുക്ക് രോഗമായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ അത് കരുതലോടുകൂടി ചെയ്യുക, മറയ്ക്കേണ്ടത് മറയ്ക്കുക, ഒളിക്കേണ്ടത് ഒളിക്കുക, മാനേജ് ചെയ്യുക എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അച്ചായൻ്റെ കാര്യത്തിലും അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല തൽക്കാലം എന്നാണ്. പിന്നെ അതല്ല, ഇനി അങ്ങേർക്ക് പ്രായവും എല്ലാം കൂടെ ചേർന്ന് ഇത് കോംപ്ലിക്കേറ്റഡ് ആയി തീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിക്ക് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളീ പറഞ്ഞത് അതൊരു പാർട്ടായിട്ട് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിടുക. പക്ഷേ ടോട്ടലി ഈ കഥയുടെ കണ്ടൻറ്റ് ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല എന്നുകൂടി പറയുന്നു. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഈ കഥകളെ ഒന്നും ഞാൻ അനുകൂലിക്കുന്നില്ല.